നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ജോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 7/5/2026 വ്യാഴാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. അതുപോലെ സ്വർണ്ണവില വീണ്ടും കൂടി. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 80 രൂപ, ഒരു പവൻ്റെ മുകളിൽ 640 രൂപയാണ് ഇന്ന് വൈകിട്ട് കൂടിയത്. 22 ക്യാരറ്റ് രൂപ 14,025, ഒരു പവൻ 1,12,200 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,300, ഒരു പവൻ 1,22,400 അതുപോലെ 18 ക്യാരറ്റ് 14,475, ഒരു പവൻ 94,800. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കുകയാണ്. റബ്ബർ വില കോട്ടയം RSS 4 കിലോ 253, RSS 5 കിലോ 249, ISN 209, ലാറ്റക്സ് 60% DRC 161.70. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 253, RSS 5 കിലോ 249. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 242, RSS 5 കിലോ 239. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 283.17, RSS 5 കിലോ 282.73. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇതിൽ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ 1 മണിക്കൂറെങ്കിലും നല്ല മഴ ഇത് കിട്ടി. ഇന്നും അതുപോലെ കിട്ടിയാൽ ഏകദേശം ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള സൗകര്യം ഒക്കുകയാണ്. കാര്യം ഭൂമി തണുത്തതിന് ശേഷം ശരിയായ രീതിയിൽ വളമിട്ടതിന് ശേഷം ശരിയായ രീതിയിൽ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാം. എന്നാലും നമ്മുടെ നാട്ടിൽ മിക്ക ആൾക്കാരും കാതോർത്തിരിക്കുക എന്ന ഒരു സംഭവം തന്നെയാണ് മുഖ്യമന്ത്രി ആര്. കോൺഗ്രസ്സിന് 102, ഇടതുപക്ഷത്തിന് 35 സീറ്റും BJPക്ക് 3 സീറ്റും കിട്ടിയതോടുകൂടി ഏറ്റവും കൂടിയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. MLA കണക്കിൽ KC പക്ഷത്തിന്, അതായത് KC വേണുഗോപാൽ ആലപ്പുഴ MP 40, എതിർചേരികൾ 35, ഒപ്പം വന്ന VD പക്ഷം 21 ഉറപ്പിച്ച് രമേശ് ചെന്നിത്തല പക്ഷവും. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് 102 സീറ്റുമായി. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യം തീരുമാനിക്കാൻ AICC നിരീക്ഷകരുടെ മുമ്പിലാണ് ഇത്രയും സപ്പോർട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ അരയും തലയും മുറുക്കിയിരിക്കുകയാണ്. MLA പിന്തുണ KC പക്ഷത്തിനാണ് കൂടുതലെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിയും അജയ് മാഖാനും KC പക്ഷത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റിയെന്നാണ് VD പക്ഷവും RC പക്ഷവും പറയുന്നത്. KCക്ക് കൂട്ടമായി പിന്തുണ നൽകിയിരുന്ന MLA ഒറ്റയുള്ള കണക്കെടുപ്പിൽ അഭിപ്രായം മാറ്റിയെന്നാണ് ഇരുപക്ഷത്തിൻ്റെയും വാദം. എന്തായാലും KC വേണുഗോപാലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാൽ വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് ആവശ്യമായി വരുന്നത്. ഒന്ന് ആലപ്പുഴ MP ആയിരിക്കുകയാണ് ഇപ്പോൾ KC വേണുഗോപാൽ, അവിടെ ഇലക്ഷൻ വേണം. കൂടാതെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി KC വേണുഗോപാൽ ഒരു MLA എങ്കിലും ആയിരിക്കണം. അതിന് ഏത് നിയമസഭയിലേക്കാണ് അവിടെ രാജിവെച്ചവർ ഇലക്ഷൻ നടത്തേണ്ടി വരും. ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. ഇതിൽ രണ്ടിലും ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ലെന്നാണ് മിക്ക മാധ്യമങ്ങളിലൂടെ പറയുന്നത്. അവരെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. KCക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കട്ടെ നല്ലൊരു മുഖ്യമന്ത്രിക്കായി. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി.